ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. താമരയുടെ റണ്ണർ എങ്ങനെയാണ് നടുന്നതെന്ന് അറിയാത്ത കൂട്ടുകാർക്ക് താമരയുടെ റണ്ണർ എങ്ങനെയാണ് നടുന്നതെന്ന് തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ താമരയുടെ റണ്ണർ എങ്ങനെയാണ് നടേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഈ കാണുന്ന താമരയൊക്കെ നമ്മൾ ചെറിയ റണ്ണറുകൾ എടുത്ത് നട്ട് പിടിപ്പിച്ച് എടുക്കുന്നതാണ്. ഞാൻ അധികവും വാങ്ങിക്കുന്നത് താമരയുടെ റണ്ണറുകൾ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ ട്യൂബറുകൾ അധികം വാങ്ങിക്കാറില്ല. എല്ലാ വെറൈറ്റിയുടെയും റണ്ണറുകളാണ് ഞാൻ അധികവും വാങ്ങിച്ച് നടാറുള്ളത്. റണ്ണറാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും എപ്പോഴും റണ്ണർ അവൈലബിൾ ആയിരിക്കും. ട്യൂബർ എല്ലാ സമയവും എല്ലായ്പ്പോഴും എല്ലാവരുടെ കയ്യിലും കാണണമെന്നില്ല. അതിനാൽ റണ്ണറുകളാണ് ഞാൻ മിക്ക വെറൈറ്റിയുടെയും വാങ്ങിച്ച് നടുന്നത്. പുതിയ വെറൈറ്റിയുടെയൊക്കെ നമുക്ക് വളരെ എളുപ്പം എളുപ്പം റണ്ണറുകളായിരിക്കും. അത് കാരണം റണ്ണറുകളാണ് എല്ലാ താമരയുടെയും ഞാൻ വാങ്ങിച്ച് നടാറുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അന്നേരം ഏത് വലിപ്പത്തിലുള്ള റണ്ണറുകളാണ് നമ്മൾ നട്ട് ഇത്രയും വലിയ താമരയാക്കി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണിക്കുന്നതിനെ പറ്റി എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരാവുന്നതായിരിക്കും. വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. താമരയുടെ റണ്ണർ എടുക്കാൻ പോവുകയാണ്. ഇതേ കണക്കുള്ള ചെറിയ ലീഫ് വരുന്ന ഭാഗത്തു നിന്ന് നമ്മൾ വളരെ പതുക്കെയാണ് റണ്ണർ പൊക്കിയെടുക്കേണ്ടത്. കൈയുടെ 2 വിരൽ വെച്ച് വളരെ പതുക്കെ വേണം മണ്ണിലോട്ട് കൈ പതുക്കെ കടത്തി താമരയുടെ റണ്ണറുകൾ എടുക്കാൻ. സൂക്ഷിച്ച് അതിൻ്റെ ഗ്രോത്ത് ടിപ്പൊന്നും ഒടിയാത്ത രീതിയിൽ വളരെ പതുക്കെ വേണം നമ്മൾ റണ്ണർ പൊട്ടിച്ചെടുക്കാൻ. നമ്മൾ റണ്ണർ എടുത്തെന്ന് പറഞ്ഞ് പ്ലാന്റിന് ഒരു കുഴപ്പവും വരുന്നതല്ല. സൂക്ഷിച്ച് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നതും റണ്ണർ എടുക്കുന്നതും ഞാൻ തന്നെ ആയത് കാരണം എല്ലാവർക്കും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ശ്രമിക്കാം എല്ലാം വിശദീകരിച്ച് പറയാൻ വേണ്ടിയിട്ട്. വളരെ പതുക്കെ നമ്മൾ എടുക്കുമ്പോൾ വളരെ പതുക്കെ എടുത്താൽ മതി. ആ ചെറിയ ലീഫ് കാണുന്നിടത്തുനിന്ന് പൊക്കി എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തോട്ട് കിട്ടും. അങ്ങനെ പതുക്കെ എടുത്തിട്ട് വളരെ സൂക്ഷിച്ച് ഓരോന്നായിട്ട് എടുക്കുക. ഒരു ഗ്രോത്ത് ടിപ്പും ആദ്യം കാണും. അത് കഴിഞ്ഞ് ഒരു ഗ്രോത്ത് ടിപ്പും കൂടെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ റണ്ണർ കട്ട് ചെയ്തെടുക്കാൻ. റണ്ണർ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുത്താൽ മാത്രം മതി. നമുക്കൊരു ചെറിയ റണ്ണറിൽ നിന്ന് ഒരു വലിയ താമര തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഒരു പ്ലാന്റ് ഫുള്ള് ഫ്ലവർ ചെയ്ത് തീർന്നിട്ട് വേണം അതിൻ്റെ ട്യൂബർ എടുക്കാൻ. എന്നാലേ അടുത്ത ഒരു പ്ലാന്റ് ആക്കി എടുക്കാൻ ഒക്കത്തുള്ളൂ. ഇത് റണ്ണർ കട്ട് ചെയ്തെടുക്കാൻ അറിയാവുന്നവർക്ക് ആ പ്ലാന്റ് നിൽക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് പുതിയൊരു പോട്ടിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ ആ വെറൈറ്റി തന്നെ നമുക്ക് ഒരു പോട്ടും കൂടെ ആക്കിയെടുക്കാം. ആ ഒരു റണ്ണർ എടുത്തെന്ന് പറഞ്ഞ് പ്ലാന്റിൻ്റെ ഫ്ലവറിനോ ഒന്നും ഒരു കുഴപ്പവും വരില്ല. ധൈര്യമായിട്ട് എല്ലാവരും കട്ട് ചെയ്തെടുത്തോ, ഒരു കുഴപ്പമില്ല. എടുക്കുന്നതൊന്ന് വളരെ ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. ആ ചെറിയ ലീഫ് കാണുന്ന ഭാഗത്തു നിന്ന് വളരെ പതുക്കെ എടുക്കാമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റണ്ണറുകൾ കിട്ടും. നമ്മൾ അയച്ചു കൊടുക്കണമെങ്കിൽ മതി കുറച്ചും കൂടെ വലിയ റണ്ണറുകൾ എടുക്കുന്നത്. അല്ലാതെ നമുക്ക് നടാനാണെങ്കിൽ വളരെ ചെറിയ റണ്ണറുകൾ മാത്രം എടുത്താൽ മതി. ഈ ഒരു ടൈപ്പ് റണ്ണറൊക്കെ നല്ല വലിയ റണ്ണറാണ്. ഇത്രയൊന്നും റണ്ണർ നമുക്ക് നടാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അയക്കാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതേ കണക്കുള്ള വലിയ റണ്ണർ എടുത്തിട്ട് വേണം ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ. അല്ലാതെ നമുക്ക് നടാനാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ റണ്ണറുകൾ എടുത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നേരത്തെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വെള്ളവും നിറച്ച് ഒരു 2-3 ദിവസം വെച്ചിരിക്കും. അന്നേരം ആ വെള്ളമെല്ലാം തെളിഞ്ഞ് നമുക്ക് റണ്ണർ നടുമ്പോൾ നമുക്ക് നല്ലതുപോലെ വെള്ളത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. നമ്മൾ അന്നേരം പോട്ടിംഗ് മിക്സ് നിറച്ച് മണ്ണും ഇട്ട് നമ്മൾ പോട്ട് ചെയ്യാനിരിക്കുകയാണെങ്കിൽ അതൊരുമാതിരി കലങ്ങിയ രീതിയിലിരിക്കും. വീഡിയോയുടെ അവസാനത്ത് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് മണ്ണ് നിറയ്ക്കേണ്ടതെന്നൊക്കെ. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതൊക്കെ ഞാൻ റണ്ണർ എടുത്ത് ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായി കാണും. അന്നേരം എടുത്ത് നട്ട റണ്ണറുകളാണ്. അതെല്ലാം ലീഫ് വന്നു തുടങ്ങി. നമ്മൾ വളരെ ചെറിയ റണ്ണറുകൾ എടുത്ത് ഇതുപോലത്തെ പോട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ പോട്ടോട് കൂടി സെയിൽ ചെയ്യുന്നത്. ട്യൂബറുകളൊന്നും ഇതിനായിട്ട് എടുക്കാറില്ല. നമ്മൾ കുറച്ച് മുമ്പ് എടുത്തത് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണറായിരുന്നു. ഇത് വൈറ്റ് പിയോണി റണ്ണറാണ്. വൈറ്റ് പിയോണിയുടെ റണ്ണർ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരുന്നതാണ് നടാൻ വേണ്ടിയിട്ട്. ഒരു 2 ദിവസമായി കട്ട് ചെയ്തിട്ടിട്ട് കണ്ടോ അതിനകത്ത് വേര് വന്നത് ഞാൻ കാണിച്ചു തരാം.
അതിൻ്റെ ആ ഗ്രോത്ത് ടിപ്പിൻ്റെ ഭാഗത്തുനിന്ന് വേരിറങ്ങാൻ തുടങ്ങി. ഇത് മണ്ണിലോട്ട് വെച്ച് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ കോയിൻ ലീഫ് വന്നിട്ട് പ്ലാന്റ് വേരോടെ തുടങ്ങും. അതുകൊണ്ട് ഇതാണ് ആ ഒരു 2 ദിവസമായി കട്ട് ചെയ്ത് ആ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടിട്ട് ഇപ്പോൾ അത് വേരിറങ്ങി. ഇതേണക്കുള്ള ചെറിയ ചെറിയ റണ്ണറുകളാണ് ഞാൻ നട്ടുപിടിപ്പിച്ച് കൊടുക്കാറുള്ളത്. നമ്മൾ വലിയ ട്യൂബർ ഒന്നും നടാനായിട്ട് എടുക്കാറില്ല. എല്ലാം ഇങ്ങനെ ചെറിയ റണ്ണറുകൾ എടുത്തിട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ചെറിയ പോട്ടുകളാണ് പോട്ടോടുകൂടി നമ്മൾ സെയിൽ ചെയ്യുന്നത്. വലിയ ട്യൂബർ ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് വൈറ്റ് പിയോണിയുടെ ഞാൻ റണ്ണർ എടുത്ത പ്ലാന്റ്. അതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. വെള്ളം ജസ്റ്റ് ഒന്ന് കലങ്ങും നമ്മൾ റണ്ണർ എടുക്കുമ്പം, അത്രയേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പം ആ വെള്ളം തെളിഞ്ഞ് കിടക്കും. ഒരു ക്ഷീണവും വന്നിട്ടില്ല. ഇതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് റണ്ണർ എടുത്തതാണ്. ഇതാണ് ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഇപ്പോൾ റണ്ണർ എടുക്കുന്നത് കാണിച്ചത്. കണ്ടോ, റണ്ണർ എടുത്തെന്ന് പറഞ്ഞ് പ്ലാന്റിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഒരു കുഴപ്പവും വരത്തില്ല. ധൈര്യമായിട്ട് എടുത്തു. അതിൻ്റെ മെയിൻ ഗ്രോത്ത് മാത്രം നമ്മൾ വലിച്ചിളക്കാതിരുന്നാൽ മതി. ചെറിയ ലീഫ് കാണുന്ന ആ കുഞ്ഞ് ഇത് ഇനി അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റണ്ണറാണ്. ഇതും അതിനകത്തുണ്ട്. ഇതും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. കണ്ടോ, ബഡൊക്കെ നിൽക്കുന്ന നല്ല വലിയ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് നമ്മളത് എടുത്തേക്കുന്നത്. ഇത് കർണയാണ്. കർണ അടിപൊളി വെറൈറ്റിയാണ്. നോക്കേ എന്തുമാത്രം ഫ്ലവറാണ് നിൽക്കുന്നതെന്ന്. 2 ഫ്ലവർ, ഇനിയൊരു ബഡ് വിരിയാറായിട്ട് നിൽക്കുന്നു. അടിപൊളി വെറൈറ്റിയാണ് കർണയെന്നൊക്കെ ഒരുപാട് റണ്ണർ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കർണയിലൊക്കെ ഒരുപാട് റണ്ണറുള്ള കിട്ടുന്ന വെറൈറ്റിയാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കാം. കണ്ടോ ചെറിയ ലീഫ് വരുന്നതൊക്കെ റണ്ണറുകളാണ്. നമുക്ക് ഈ റണ്ണറുകളൊക്കെ പൊട്ടിച്ചെടുത്ത് വേറെ പോട്ടിലോട്ട് വെക്കാമെങ്കിൽ നമുക്ക് ഒരുപാട് പോട്ടിലോട്ട് ഇത് മാറ്റിയാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ട്യൂബർ കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യകതയുമില്ല. ഇഷ്ടംപോലെ റണ്ണറുണ്ട് ഇതിനകത്ത് ഇളക്കിയെടുക്കാൻ. ഇത് ശ്വേതയാണ്. ശ്വേതയുടെ റണ്ണർ എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ റണ്ണർ എടുത്തിട്ടൊക്കെ നിൽക്കുന്ന പ്ലാന്റുകളാണ്. റണ്ണർ എടുത്തെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്ലവറിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുറവും വരുത്തില്ല. ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവറായി നിൽക്കുന്ന സമയം. അത് കാരണം നമുക്കൊന്നും ട്യൂബർ എടുക്കാനോ ഒന്നും പറ്റുന്ന അവസ്ഥയല്ല. അത് കാരണം റണ്ണറുകൾ പൊട്ടിച്ച് നമുക്ക് വേറെ പോട്ടിലാക്കി നമുക്ക് ഒരുപാട് പ്ലാന്റുകളാക്കി എടുക്കാൻ സാധിക്കും. ഇത് ശ്വേതയുടെ ബഡാണ്. ശ്വേതയുടെ ബഡ് ഒക്കെ അതിൽ നിൽക്കുമ്പം തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് റണ്ണർ കട്ട് ചെയ്തെടുക്കുന്നത്. ആ റണ്ണർ എടുത്തെന്ന് പറഞ്ഞ് പ്ലാന്റ് കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. റണ്ണർ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. റണ്ണർ എടുക്കുന്നത് വളരെ പതുക്കെ എടുക്കുക. ആ ചെറിയ ലീഫ് നോക്കി പതുക്കെ എടുത്തിരുന്നാൽ മതി. ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പോയിട്ട് എടുക്കരുത്. കുറച്ച് മേളിലോട്ട് നമുക്കത് കുറച്ച് പ്ലാന്റ് വലുതാകുമ്പോൾ നമുക്കത് എടുക്കാൻ പറ്റും. അങ്ങനത്തത് മാത്രം എടുക്കുക. ഒരുപാട് അടിയിലോട്ട് പോയിട്ട് എടുക്കുമ്പം അതിൻ്റെ മെയിൻ ഗ്രോത്ത് പോകുന്ന സ്ഥലമായിരിക്കും. അവിടെ കയറി എടുക്കാതിരിക്കുക. ചെറിയ ലീഫ് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നത് കാണാം. ആ ലീഫ് മാത്രം നമ്മൾ വളരെ പതുക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ ചെറിയ ഒരെണ്ണമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ചെറുതൊക്കെയാണ് കേട്ടോ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരുപാട് വലുതൊന്നും വേണമെന്നില്ല. തീരെ ചെറുതൊക്കെയാണ് ഞാൻ വെച്ച് പിടിപ്പിക്കാറ്. നമ്മൾ അന്നേരം കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് വലുതൊന്നും വേണമെന്നില്ല. ജസ്റ്റ് പിന്നെ നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കുമ്പം കുറച്ചും കൂടെ വലിയ റണ്ണറുകൾ അയച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അല്ലാതെ നമുക്ക് അന്നേരം കട്ട് ചെയ്ത് വെക്കാൻ ചെറിയ റണ്ണറുകൾ മതി. എല്ലാം പിടിച്ച് കിട്ടും. ഒരു ചെറിയ റണ്ണറും കൂടെ എനിക്ക് കിട്ടി. ഞാൻ ചിലപ്പോൾ ഒരു പോട്ടിൽ 2 റണ്ണറൊക്കെ വെച്ചങ്ങ് നട്ടു വെക്കും. ചെറുതാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ നടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ റണ്ണർ എടുത്തെന്ന് വെച്ച് പ്ലാന്റിന് ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഒരുപാട് ഫ്ലവറിങ് കഴിഞ്ഞ് ഒരുപാട് റണ്ണർ എടുത്ത പ്ലാന്റാണ്. ഇനിയും ഉണ്ട് അതിൽ നിന്ന് റണ്ണർ എടുക്കാൻ. അടുത്ത ലീഫ് കണ്ടോ, അതും പതുക്കെ എടുക്കാമെങ്കിൽ അതിൽ നിന്ന് റണ്ണർ കിട്ടുന്നതായിരിക്കും. ആ ബഡൊന്നും വിരിയാതിരിക്കില്ല. എല്ലാ ബഡും വിരിഞ്ഞ് കിട്ടും. നമ്മൾ മെയിൻ ഗ്രോത്ത് ടിപ്പ് മാത്രം അതിൻ്റെ കട്ട് ചെയ്തെടുക്കാതിരുന്നാൽ മാത്രം മതി. സ്റ്റാൻഡിങ് ലീഫിലോട്ട് പോകുന്ന ലീഫുകൾ കട്ട് ചെയ്തെടുക്കാതിരിക്കുക. ചെറിയ ലീഫുകൾ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇത് കണക്കുള്ള പോട്ടിലാണ് നമ്മൾ നട്ട് പോട്ടോട് കൂടി കൊടുക്കുന്നത് ആൾക്കാർക്ക്. ഇത് ഇവിടെയൊക്കെ 40 രൂപയ്ക്ക് കിട്ടുന്ന ബേസിനാണ്. ഇത് ഹോൾസെയിൽ വില ആയത് കാരണമാണ് 40. അല്ലാതെ വാങ്ങിക്കുമ്പോൾ അതിൽ കൂടുതൽ റേറ്റ് വരും. ഇതേ കണക്ക് നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുക. അടിവളം ഇട്ട് ഒരുപാട് വലിയ പോട്ടല്ലാത്തത് കാരണം വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എല്ലുപൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ റണ്ണർ നടുമ്പോൾ സാധാരണ ആൾക്കാർ പറയും ഒരു വളവും കൊടുക്കാതെ റണ്ണർ നടാമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾ വളം കൊടുത്തോ ഒരു കുഴപ്പമില്ല. ആ വളം ഒരു കാരണവശാലും മുകളിലോട്ട് പൊങ്ങി വരാതിരുന്നാൽ മാത്രം മതി. ഇത് നമ്മൾ ഉപയോഗിച്ച മണ്ണാണ്.
ഉപയോഗിച്ച മണ്ണ് ഞാൻ താമരയ്ക്ക് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്ക് ഒരുപാട് പോട്ടുണ്ട്, അതെല്ലാം റീപോർട്ട് ചെയ്യുമ്പം ഒരുപാട് മണ്ണ് വരുന്നതായിരിക്കും. അതിനെ ഞാൻ കമത്തി കളയാനൊന്നും നിൽക്കില്ല. അതെല്ലാം എടുത്ത് വാരിയിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് ആദ്യം കുറച്ച് മണ്ണ് ആ പഴയ മണ്ണ് തന്നെ ഉപയോഗിക്കാറുണ്ട്. നല്ലതുപോലെ ഒരു ലെയർ ആ പഴയ മണ്ണ് ഇട്ടതിന് ശേഷം മാത്രം നമ്മുടെ പുരയിടത്തിലെ പുതിയ മണ്ണ് ഇട്ട് കൊടുക്കാറുള്ളൂ. ഈ പഴയ മണ്ണ് മുകളിലോട്ട് വരാത്ത രീതിയിൽ നല്ലതുപോലെ മത്തി വെച്ചതിന് ശേഷം പുതിയ മണ്ണ് അതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കും. ഞാൻ കൈയൊക്കെ വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്കത് ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഗ്ലൗസ് ഉപയോഗിക്കാറില്ല. ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നത് നന്നായിരിക്കും, ഞാൻ ഉപയോഗിക്കാറില്ല. നല്ലതുപോലെ നിരത്തി കൊടുത്തിട്ട് ഒരു കയ്യിൽ ഫോണും ഒക്കെ എടുത്ത് ഒരു കയ്യിൽ മണ്ണൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലെ ഫുൾ ലെയറായിട്ട് നമ്മൾ ആ മണ്ണിട്ട് കൊടുക്കും. മണ്ണിട്ട് കൊടുത്തിട്ട്, അതായത് നമ്മുടെ പുതിയ മണ്ണ് നല്ലൊരു ലെയറായിട്ട് അടിയിലത്തെ മണ്ണ് വരാത്ത രീതിയിൽ നമ്മൾ മുകളിലോട്ട് ആ പുതിയൊരു മണ്ണ് ഇട്ട് കൊടുക്കും. എന്നിട്ട് വളരെ പതുക്കെ വെള്ളം ആ പോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും. കലങ്ങാത്ത രീതിയിൽ വളരെ പതുക്കെ ആ ഒരു വെള്ളം അടിയിലത്തെ മണ്ണും അടിയിലത്തെ വളവും ഒന്നും മുകളിലോട്ട് വരാത്ത രീതിയിൽ വളരെ പതുക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് പതുക്കെ കൊടുത്താലും കലങ്ങുന്നതായിരിക്കും. അത് കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെ ചെയ്തു വെച്ചിരുന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പം അതിലോട്ട് റണ്ണർ നട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അന്നേരം ആ വെള്ളം നല്ലതുപോലെ തെളിഞ്ഞിരിക്കും. ഇതങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാണ്. 2-3-4 ദിവസം മുമ്പ് നമ്മുടെ സമയം പോലെ നമ്മളിങ്ങനെ മണ്ണ് ഇട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ റണ്ണർ പൊട്ടിച്ചെടുക്കുന്നതനുസരിച്ച് ഇതിനകത്തോട്ട് നട്ട് കൊടുക്കും. ഇത് മുമ്പ് റണ്ണർ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടിരുന്നതാണ്. ഇതൊക്കെ ഇനി നടാനുള്ളതാണ്. നമ്മളിങ്ങനെ വെള്ളത്തിലിടുമ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ട് വേര് വരുന്നതായിരിക്കും. അന്നേരം വളരെ പെട്ടെന്ന് റൂട്ടിറങ്ങി ലീഫൊക്കെ വന്ന് വളരെ പെട്ടെന്ന് പ്ലാന്റ് കിളിർത്ത് വരുന്നതായിരിക്കും. റണ്ണർ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടെന്നൊന്നും പറഞ്ഞ് 2 ദിവസം കൊണ്ട് ചീത്തയൊന്നും ആവത്തില്ല. അതിൽ നിന്ന് വേര് വരുന്നതായിരിക്കും. ഇനി നമ്മൾ ആ റണ്ണർ വെള്ളത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കല്ലെടുത്ത് ആ കട്ട് ചെയ്ത ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കും. നമ്മൾ നടാറില്ല. റണ്ണർ വെള്ളത്തിന് മുകളിലായിട്ട് മണ്ണിന് മുകളിലായിട്ട് വെക്കാറേ ഉള്ളൂ. നമ്മൾ റണ്ണർ നട്ടു കൊടുക്കാറില്ല. ജസ്റ്റ് ആ വെള്ളത്തിന് നിന്ന് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1-2 കല്ലെടുത്ത് ആ കട്ട് ചെയ്ത ഭാഗം എവിടെയാണോ അവിടെ വെച്ച് കൊടുക്കും. പിന്നെ എവിടെയെങ്കിലും ഒരു ഭാഗത്തും കൂടെ പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതിയ ലീഫോ പുതിയ ലീഫോ വേറെ ഒന്നും വരാത്തൊരു സൈഡിലോട്ട് ഒരുപാട് വലിയ കല്ല് വെക്കരുത്. ഞാൻ കാണിച്ചല്ലോ, ഇതേ കണക്ക് വളരെ ചെറിയ കല്ല് വേണം എടുത്ത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അതായത് ഒരുപാട് വെയിലും ഇല്ല ഒരുപാട് മഴയും ഇല്ലാത്ത ഒരു സമയത്താണ് റണ്ണർ നട്ട് കൊടുക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം. ഒരുപാട് വെയിലാകുമ്പം ലീഫ് കരിഞ്ഞു പോവും. ഒരുപാട് മഴയാകുമ്പോൾ വെള്ളം കുത്തി വീണിട്ട് നമ്മൾ നട്ടേക്കുന്നത് മാറിയൊക്കെ പോയിട്ട് കിളിക്കാതെ വരും. അത് കാരണം ഒരുപാട് വെയിലും ഒരുപാട് മഴയും ഇല്ലാത്ത സമയത്തായിരിക്കും റണ്ണർ നട്ട് കൊടുക്കാൻ നല്ലത്. പിന്നെ അതുകൂടാതെ വൈകിട്ടായിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ റണ്ണർ നട്ട് കൊടുക്കാൻ നല്ലത്. ഇത് കണ്ടോ, നമ്മൾ ആ വെച്ച വെള്ളം കലങ്ങിയിരിക്കുന്നു. അതിനകത്തോട്ട് നമ്മൾ അന്നേരം നട്ട് കൊടുക്കാതെ ഒരു 2 ദിവസം മുമ്പേ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ റണ്ണർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതൊരു 3 ആഴ്ച 4 ആഴ്ചയ്ക്ക് മുമ്പ് നട്ട റണ്ണറാണ്. ഇതൊരു പച്ചപ്പായൽ, ഇങ്ങനെ നമ്മൾ വെയിലടിക്കുമ്പം പച്ചപ്പായൽ അതിലുണ്ടാവും. അതൊക്കെ എടുത്ത് കളയണം വെള്ളത്തിനകത്ത്. എന്നിട്ടൊരു ലേശം അസോളയൊക്കെ വാരി ഇട്ട് കൊടുക്കാമെങ്കിൽ ഒരുപാട് പായൽ കെട്ടാതിരിക്കും. ആ പച്ചപ്പായൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാവും. അത് കാരണം ആ പച്ചപ്പായൽ നമ്മളെടുത്ത് കളയേണ്ടതാണ്. ഇത് മാതങ്കി എന്ന് പറയുന്നൊരു വെറൈറ്റി ഒരു 4 ആഴ്ചയ്ക്ക് മുമ്പ് നട്ട് കൊടുത്തതാണ്. ഇത് കണ്ടോ, വേരൊക്കെ വന്നേക്കുന്നത്. ഇനി വേര് വന്ന് ഇനി പതുക്കെ ലീഫുകൾ വന്ന് ആ ഫുൾ പോട്ട് നിറഞ്ഞിട്ട് പിന്നെ സ്റ്റാൻഡിങ് ലീഫ് വരാൻ തുടങ്ങും. അങ്ങനത്തെ ചെറിയ റണ്ണറുകളാണ് ഇതെല്ലാം നട്ടേക്കുന്നത്. ഇതൊന്നും ട്യൂബറല്ല നട്ടേക്കുന്നത്. എല്ലാം ചെറിയ റണ്ണറുകൾ എടുത്തു വെച്ച് നട്ടുപിടിപ്പിച്ചതാണ്. ഇതൊക്കെ വാട്ടർ ലില്ലി നട്ടു വെച്ചേക്കുന്നതാണ്. നമ്മൾ 8 ഇഞ്ചിൻ്റെ പോട്ടിൽ സെയിലിനായിട്ടുള്ള വാട്ടർ ലില്ലി നട്ടേക്കുന്നതാണ്. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് കാരണം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. എന്നാലേ നിങ്ങൾക്കിത് നടുന്നത് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ. സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് ഇടയ്ക്കൊക്കെ വിട്ടുപോകുന്നതായിരിക്കും.
ഇത് പനീർ റോസിൻ്റെ ഒരു ബഡ് വന്ന് നിൽക്കുന്ന ഇതേ കണക്ക് ഒരു ചെറിയ റണ്ണർ വാങ്ങി, ഇത് പുതിയ റണ്ണർ വാങ്ങി നട്ടതാണ്. പനീർ റോസ് പുതിയ വെറൈറ്റിയാണ്. നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ ഫ്ലവറുമാണ്. അതിൻ്റെ ലീഫ് കണ്ടോ, അല്ല വലിയ ലീഫാണ്. ആ ഒരു ലീഫ് 2 ലീഫ് നിറഞ്ഞപ്പോഴത്തേക്ക് ആ ബേസൺ നിറയത്തക്ക രീതിയിലുള്ള ലീഫാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു റണ്ണർ വാങ്ങിച്ച് നമ്മൾ നട്ടതാണ്. നമുക്കൊരു ചെറിയ റണ്ണർ മതി താമര പിടിച്ച് കിട്ടാൻ, അല്ലാതെ വലിയ ട്യൂബറോ അങ്ങനെ ഒന്നും നമുക്ക് താമരയ്ക്ക് ആവശ്യമില്ല. വളരെ ചെറിയൊരു റണ്ണർ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഞാൻ റണ്ണർ വാങ്ങി നട്ടതാണ്. ഇത് പിങ്ക് മിസ്റ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്തേക്കുവാണ്. ഇതൊക്കെ എല്ലാം ഞാനിവിടെ നട്ടേക്കുന്ന മിക്ക വെറൈറ്റിയും റണ്ണറുകളാണ്. ഞാൻ ട്യൂബറുകൾ അങ്ങനെ അധികം വാങ്ങി നടാറില്ല. മിക്കതും റണ്ണറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലവറായി കിട്ടും. ട്യൂബർ ഫ്ലവർ ആവുന്ന കണക്കല്ല, റണ്ണർ വളരെ പെട്ടെന്ന് നമുക്ക് ഫ്ലവറായി കിട്ടും. ഇത് നീലിമയെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും റണ്ണർ വാങ്ങി നട്ടതാണ്. അഖിലയുടെയൊക്കെ ഒരു ചെറിയ കട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ. ഇനിയും നമ്മൾ പുതിയ പുതിയ അറിവുകളുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ ഇനി പുതിയ ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. താമരയൊക്കെ നടുന്ന തുടക്കക്കാർക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറച്ച് അറിവുകൾ അവർക്ക് പുതിയ അറിവുകൾ കിട്ടുന്നതായിരിക്കും. അത് കാരണം എല്ലാ വീഡിയോയും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അന്നേരം അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക്